ഹായ്, ഞാൻ മൊയ്തീൻകുട്ടി ചോലക്കൻ. ഷിഹാബ് ചോറ്റൂർ അടിപൊളിയായി ഷിഹാബ്. ഒരു ബിഗ് സലൂട്ട് നമ്മുടെ ഷിഹാബ് ചോറ്റൂർ. കഴിഞ്ഞ പ്രാവശ്യം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് മക്കയിലേക്ക് പോയി. കാൽനടയായിട്ടാണ്, മാസങ്ങളോളം യാത്ര ചെയ്താണ് ഷിഹാബ് മക്കയിലെത്തിയത്. നമുക്കറിയാം, ഷിഹാബിന്റെ വ്യത്യസ്ത രാഷ്ട്രങ്ങൾ താണ്ടിയുള്ള ആ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനുള്ള യാത്ര എങ്ങനെയായിരുന്നു. ഒരു പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഒരാൾ പോകുമ്പോൾ അയാളുടെ യാത്രയെക്കുറിച്ച് നമുക്കൊരു മുൻധാരണ ഉണ്ടായിരിക്കും. പക്ഷേ ആ ഒരു ധാരണ തെറ്റിച്ചുകൊണ്ടായിരുന്നു ഷിഹാബിന്റെ യാത്ര എന്നുള്ളത് വസ്തുതയാണ്. ഷിഹാബ് തിരിച്ചു വന്നു. ഷിഹാബ് ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ, ഉത്തരേന്ത്യയിലെ പല സ്റ്റേജുകളിലും പ്രോഗ്രാമിലും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ഓഡിയൻസും സ്റ്റേജിൽ ധാരാളം പണ്ഡിതന്മാർ, പണ്ഡിത വേഷത്തിലുള്ള ധാരാളം ആളുകളൊക്കെ നമുക്ക് യൂട്യൂബിൽ കൂടി സോഷ്യൽ മീഡിയയിൽ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഷിഹാബ് ചോറ്റൂർ ഹജ്ജിന് പോകുമ്പോൾ എങ്ങനെയായിരുന്നോ അതിൻ്റെ മറ്റൊരു ചിത്രമാണ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും. ഏതായാലും ഷിഹാബിന്റെ ഈ കഴിവിനെ ഞാൻ അംഗീകരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് എല്ലാവരും ജീവിതം ഒരു നാടകമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഷിഹാബ് മാത്രമല്ല, എല്ലാവരും അതിലെ കഥാപാത്രങ്ങളെ തനിമയോടുകൂടി അവതരിപ്പിക്കാനുള്ള കഴിവ് ചിലരിൽ കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഷിഹാബിന്റെ നാടകത്തിലുള്ള കഥാപാത്രങ്ങളെ വളരെ പച്ചയോടുകൂടി ആവിഷ്കരിക്കാൻ ഷിഹാബിനെ കഴിയുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആ കഴിവിനെ നമ്മൾ അംഗീകരിക്കുന്നു, അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഇന്ന് ഈ ഒരു രൂപത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ നാളെ ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാനും സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലെ ധാരാളം ഇതുപോലുള്ള വ്യക്തിത്വങ്ങളെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ കൂടിയും മറ്റും കാണുന്നതാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ മനഃശാസ്ത്രപരമായിട്ട് വളരെ കഴിവുള്ളവരാണ്. തന്റെ നിലനിൽപ്പിനെ സമൂഹത്തിന് മുമ്പിൽ ഏത് വേഷം ഞാൻ കെട്ടിയാൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഇവർ വളരെ ആഴത്തിൽ പഠിച്ചവരാണ്. ഏതായിരുന്നാലും ഈ വേഷവിധാനങ്ങളൊക്കെ, ഈ നാടകങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കേരളക്കാരനായ എനിക്ക് അത് തികച്ചും വിരോധാഭാസമായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മളെ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വവും അതേപോലെ തന്നെ അവരിൽ നിന്ന് എന്ത് പ്രകടമാകുമെന്ന് നമ്മൾ കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അതൊരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ ഒരാളെ മനസ്സിലാക്കിയതിൽ നിന്നല്ല, അല്ലെങ്കിൽ ഒരാളുടെ ജീവിത രീതിയിൽ നിന്നല്ല. ഒരാൾ ചെറുപ്പം മുതൽക്കേ പടുത്തുയർത്തുന്ന ഒരു വ്യക്തിത്വമാണ്. അങ്ങനെ വരുമ്പോൾ അയാളുടെ സ്വഭാവങ്ങളും അയാളുടെ വൈകാരികതകളും പ്രകടനങ്ങളൊക്കെ നമുക്കൊരു കൃത്രിമത്വമില്ലാതെ മനസ്സിൽ തോന്നുകയും അത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും. നേരെ മറിച്ച് പെട്ടെന്ന് നമ്മൾ ഏതെങ്കിലും ഒരു വേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത് വിരോധാഭാസമായിട്ട്, പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്കൊക്കെ. ഉത്തരേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ 1-2 സംസ്ഥാനങ്ങൾ പിന്നിട്ടാൽ സിനിമാ നടന്മാർക്ക് വേണ്ടിയിട്ടും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടും വ്യക്തിപൂജ നടത്തുന്ന
ഒരു സ്വഭാവം അവരുണ്ട് എന്ന് നമ്മൾക്ക് കഴിഞ്ഞ കാല ചരിത്രങ്ങൾ കൂടി മനസ്സിലാക്കാൻ കഴിയും. അത് യാഥാർത്ഥ്യമാണ്. ഒരു സിനിമാ നടൻ മരണപ്പെട്ടാലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് മരണപ്പെട്ടാലോ ആത്മഹത്യ പ്രവണത കാണിക്കുന്ന ധാരാളം മറ്റ് സംസ്ഥാനക്കാരുണ്ട്. അത് അവരുടെ ഒരു വ്യക്തി ആരാധനയുടെ ഭാഗമായിട്ട് അവരിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ്. അപ്പോഴേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഷിഹാബിനെ പോലുള്ള ആളുകൾക്ക് ഇത് നല്ലൊരു വിളനിലമായിരിക്കും, യാതൊരു സംശയമില്ല. ഇത് എത്രത്തോളം സ്ഥായിയായി നിൽക്കുമെന്നുള്ളതിലും നമുക്ക് സംശയമൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ മറ്റൊരു കഥാപാത്രങ്ങളുമായിട്ടായിരിക്കും മുന്നോട്ട് വരുന്നത്. കാലഘട്ടത്തിനനുസരിച്ച്, സമൂഹത്തിനനുസരിച്ച്, വർത്തമാനകാലത്തിനനുസരിച്ച് തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് ഏതെല്ലാം വേഷം കെട്ടാൻ കഴിയും ആ രീതിയിലൊക്കെയുള്ള വേഷം കെട്ടാൻ ഇവർക്ക് കഴിയും. അത് ഇവരുടെ ഒരു കഴിവാണ്. നമുക്കറിയാം, ഷിയാബിന് നമ്മളാരും ഈ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് നമുക്കാർക്കും അറിയില്ലായിരുന്നു. ഒരു പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന സദസ്സിലോ അല്ലെങ്കിൽ ഒരു ആത്മീയ സദസ്സിലോ ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലും ഷിഹാബിന് നമുക്ക് കാണപ്പെടാൻ കഴിഞ്ഞില്ല. ഷിഹാബിന് നമ്മൾ അറിയുന്നത് ഈ ഹജ്ജിന് ശേഷമാണ്. ഈ ഹജ്ജിന് കാൽനടയായി പോവുക എന്ന് പോയതിനു ശേഷമാണ് നമ്മൾ ഷിഹാബിനെ നമ്മൾ അറിയാൻ തുടങ്ങിയത്. എന്ന് കരുതി ഏത് സമയത്ത് വേണമെങ്കിലും ആർക്കും ഏതൊരു അറിവ് പറഞ്ഞു കൊടുക്കാനും ഏതൊരു രീതിയിൽ സമൂഹത്തിൽ ഇടപെടാനുള്ള അവകാശമെല്ലാം ഉണ്ട്. അത് ഞാൻ ചോദ്യം ചെയ്യപ്പെടുകയാണ്. എന്നിരുന്നാലും ഒരു സാമാന്യ ബുദ്ധി അനുസരിച്ച് ഒരാളെ ചെറുപ്പകാലം മുതൽ ഡെവലപ്പ് ചെയ്ത് അയാളുടെ ബാല്യം, കൗമാരം, യൗവനം ഇങ്ങനെ കാലഘട്ടങ്ങളിൽ കൂടി ഒരാൾ ഉണ്ടാക്കിയെടുത്തൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കും. അതനുസരിച്ചായിരിക്കും ആളെ കാണുകയും അയാളിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് എന്ത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യും. അല്ലാതെ ഒരു പെട്ടെന്ന് ഒരു കാലഘട്ടത്തില് തൻ്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരുത്തി ഒരു പ്രത്യേക രീതിയിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ കേരളക്കാരെ പോലുള്ള നമുക്കത് മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ ഇതുപോലുള്ള വടക്കേന്ത്യ പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ആളുകളെ അവർ പാവമാണ്. ശരിക്കും നമുക്ക് അവിടെ സിമ്പതിയാണ് തോന്നുന്നത്. ഈ രീതിയിലുള്ള ഷിഹാബിന്റെ ഈ പ്രസംഗം കേട്ടിരിക്കാനും ആ സ്റ്റേജ് പങ്കുവെക്കാനൊക്കെ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ ലഭിക്കുന്നതിലെ നമ്മൾ വളരെ അവരോട് സഹതപിക്കുകയാണ് ചെയ്യുന്നത്. എന്താകട്ടെ, അത് ഷിഹാബിന്റെ കഴിവുകളാണ്. എല്ലാവരും ജീവിതത്തിൽ കാണിക്കുന്ന നാടകം ഷിഹാബും ആ നാടകം അഭിനയിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു സ്റ്റേജിൽ സോഷ്യൽ മീഡിയയിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞത് ഷിഹാബെ പറയാതിരിക്കാൻ വയ്യ, അത് വളരെ മോശമായി. ഹജ്ജ് എന്ന് പറയുന്നത് നമ്മളൊരു കാലഘട്ടത്തിൽ വാഹനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ നടന്നും മറ്റൊക്കെ ഹജ്ജിന് പോയി ത്യാഗം സഹിച്ച് അതിൻ്റെതായ പുണ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഹജ്ജിന് അത്ര ത്യാഗം സഹിച്ചൊന്നും നടന്ന് അങ്ങനെ മാസങ്ങളോളം എടുത്തൊന്നും പോകേണ്ട ഒരു സാഹചര്യമില്ല. കാരണം ഇന്ന് ഫ്ലൈറ്റായിട്ടും മറ്റു യാത്രയ്ക്കും ബസ്സായിട്ടും എല്ലാം ബസ് ജേർണിൻ്റെ ഫ്ലൈറ്റ് ജേർണി എല്ലാം ഉണ്ട്. അപ്പൊ ആ സുഖസൗകര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ സുഖസൗകര്യങ്ങൾ മതപരമായിട്ട് അങ്ങനെ ഒരു ഉപയോഗപ്പെടുത്തുന്നതിൽ അത്ര ഗുണകരമല്ലെങ്കിൽ നമുക്കറിയാം, ഇന്ന് എല്ലാ സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളും പള്ളികളും എല്ലാം കാലഘട്ടത്തിനും ടെക്നോളജിക്കും ഒക്കെ അനുസരിച്ച് അഡ്വാൻസ്ഡ് ആണ്. ഇപ്പൊ ഷിയാബ് പോയ മക്കയിൽ തന്നെ പഴയ കാലത്ത് ഉള്ള ആളുകൾ ഹജ്ജിന് പോകുന്ന അത്ര പ്രയാസങ്ങളുണ്ടോ? തിരക്കും ക്യൂവും യാത്രക്കും മറ്റൊക്കെ അതൊക്കെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിച്ചപ്പോൾ മക്കയിലും എത്ര മാറ്റങ്ങൾ വന്നു. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതുകൊണ്ട് സുഖകരമായിട്ട് ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചെത്താൻ സാധിക്കും. യാത്രക്ക് സൗകര്യം, തിരക്കില്ല, ആളുകൾ തിരക്കിൽപ്പെട്ട് മരണപ്പെടുകയില്ല. വളരെ സുഖകരമായിട്ട്
അസുഖമില്ലാതെ ആരോഗ്യകരമായ അവസ്ഥയിൽ ഹജ്ജ് ചെയ്തു വരാനുള്ള സംവിധാനങ്ങൾ, റോഡുകളും മറ്റും, അങ്ങനെ പുതിയ പുതിയ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ നല്ല പള്ളികളാകട്ടെ പഴയ പോലത്തെ പള്ളികളാണ് ഇന്ന്. പള്ളികളിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. AC വരെ പള്ളികളിലുണ്ട്. ഉളു ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ടാപ്പുകള്. പണ്ട് കാലത്ത് ഒരു ടാങ്കിൽ നിന്ന് ഉളു എടുത്ത് നമ്മൾ ഇന്ന് അങ്ങനെയാണോ ഉളു എടുക്കുന്നത്? അല്ല. കാല് കഴിയാൻ പ്രത്യേക സംവിധാനങ്ങള്, ഫാനുകള്, പള്ളിയുടെ അകത്തേക്ക് കിടന്നാൽ നല്ല നല്ല വിരിപ്പുകള്, വളരെ സോഫ്റ്റായ മൃദുലമായ വിരിപ്പുകള്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ പള്ളികളിലും മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലായിടത്തും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇത് മതപരമായിട്ട് ഇത് ഗുണകരമല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂലല്ലോ. അങ്ങനെയാണെങ്കിൽ ഹജ്ജിന് പോകാനും നമുക്കും ഫ്ലൈറ്റും ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിന് എന്ത് വിരോധമാണുള്ളത്? അതിനെന്ത് പുണ്യക്കുറവാണുള്ളത്? അപ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ത്യാഗം സഹിച്ച് ഹജ്ജിന് പോകുന്നതിൽ പ്രത്യേകിച്ച് നന്മയുണ്ടോ എന്ന് എനിക്ക് വ്യക്തമല്ല. ഞാൻ മതപരമായ കാര്യങ്ങൾ അത്രത്തോളം അവഗാഹം എനിക്കില്ല. അതുകൊണ്ട് ആ ഭാഗം ഞാൻ പ്രതിപാദിക്കുന്നില്ല. അതെന്താ. പിന്നെ ഹജ്ജിന് പോയി വന്നതിന് ശേഷം ഒരു സാഹസികത, ഇങ്ങനെ ആ ഒരു സാഹസികതകൾ പ്രതിപാദിച്ചുകൊണ്ട് സ്റ്റേജിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഞാനൊക്കെ മനസ്സിലാക്കി എൻ്റെ ഈ എളിയ അറിവിൽ, മതപരമായിട്ടുള്ള എളിയ അറിവില് ഹജ്ജിന് പോകുന്നത് നമ്മൾ ആരോ ഒരാൾ, ഞാൻ ഒന്നാമത്തെ ഹജ്ജിനല്ല രണ്ടാമത്തെ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുപോയെന്ന് തന്റെ പത്നിയോട് മറ്റൊരാളുടെ മുന്നിൽ നിന്ന് പറഞ്ഞപ്പോൾ അതുപോലും ശരിയല്ല എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം എന്ന്. അതൊരു അഹംഭാവമാണ് എന്ന് ഷിഹാബ് ഈ പരിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞു വന്ന ഓരോ രാജ്യത്ത് പോയതും ഈ ബുദ്ധിമുട്ടൊക്കെ ഇത്ര എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം, ഒരു സാഹസിക എവറസ്റ്റ് കൊടുമുടി കയറിയതാണെങ്കിൽ നമുക്ക് സാഹസികമായിട്ട് പറയാം. പക്ഷെ പരിശുദ്ധമായിട്ട് ഇത്രയും മതം വിലക്കുന്ന ഹജ്ജിന്റെ കാര്യം രണ്ടാമത് പറയരുത് എന്ന് പറയുന്ന ഈ ഒരു മതത്തിന്റെ അനുയായിയായിട്ട് ഇതിന്റെ ആത്മീയത മറ്റുള്ളവരുടെ മുമ്പിൽ ആത്മീയമായിട്ടുള്ള പ്രസരിപ്പുണ്ടാക്കിക്കൊണ്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഓഡിയൻസിന്റെ മുന്നിലേക്ക് വരുന്ന ഷിഹാബ് ഇതുപോലുള്ള കാര്യങ്ങൾ ഉന്നയിക്കാൻ പാടുണ്ടോന്ന് എന്റെ ബുദ്ധിക്ക് അത് ശരിയല്ല എന്നുള്ളതാണ് തെറ്റായ കാര്യമാണ്. അപ്പോഴേ ഷിഹാബ് ഈ വടക്കേന്ത്യയിലെ സ്റ്റേജിലൊക്കെ യഥാർത്ഥ ഒരു മോട്ടിവേഷൻ ക്ലാസ്സാണ്. ഒരു മോട്ടിവേഷൻ, മതപരമായിട്ടുള്ള ആത്മീയതയിലേക്കുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ലഹരി, ഡ്രഗ്സ് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച്, സമൂഹം, യുവത്വം അല്ലെങ്കിൽ കൗമാരം മയക്കുമരുന്നിലേക്കും ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമയാകുന്നതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമൊക്കെ ഉള്ള സ്റ്റേജിലാണ് ഷിഹാബ് പങ്കെടുക്കുന്നത്. അപ്പോഴേ ഇങ്ങനെയൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു സ്റ്റേജിൽ പങ്കെടുക്കുന്ന ഷിഹാബ് ചെയ്ത ഒരു കാര്യം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ വിഷയം. ഷിഹാബിന്റെ മറ്റു കാര്യങ്ങളെല്ലാം പോകട്ടെ, അത് നമുക്ക് ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല. അത് ഷിഹാബിന്റെ കഴിവ് മറ്റുള്ളവരെ പോലെ ഷിഹാബ് പ്രകടിപ്പിക്കുന്നേ ഉള്ളൂ. അത് ഇന്ന് ഈ രീതിയിലാണെങ്കിൽ നാളെ മറ്റൊരു മുഖവുമായിട്ട് ഷിഹാബിന് വരാൻ കഴിയും. വരുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഒരു ചെറിയ പയ്യൻ മൊബൈലുമായിട്ട് സ്റ്റേജിലേക്ക് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കയറി വന്നപ്പോൾ ആ ഫോൺ പിടിച്ചു വാങ്ങി മാറ്റി ഷിഹാബ് ആ കുട്ടിയെ അവഹേളിക്കുന്നുണ്ട്. ഇത്രയും മഹനീയമായി മോട്ടിവേഷൻ കൊടുക്കുന്ന, ആത്മീയമായിട്ടും ഭൗതികമായിട്ടൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ, അതല്ലേ നമ്മൾ എന്തു പറയുന്നു എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് ചെറുപ്പകാലം മുതൽക്കേ ഇതുപോലെയുള്ള ആത്മീയമായിട്ടോ അല്ലെങ്കിൽ സ്റ്റേജിലോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു വന്നവർക്കേ അത് കഴിയുകയുള്ളൂ. ഷിഹാബ് ആ കുട്ടിയെ, ആ ചെറുപ്പത്തെ, ആ പിഞ്ചു ആ ചെറിയ വളർന്ന് അതായത് പാകമായിക്കൊണ്ടിരിക്കുന്ന, പക്വത നേടിക്കൊണ്ടിരിക്കുന്ന ആ മനസ്സിനെ ഷിഹാബ് അവിടെ വേദനിച്ചിട്ടുണ്ട്. അത് നമ്മുടെ
കേരളത്തിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യോ? ഇത്രയും ആളുകൾ ഇരിക്കുന്ന, ഓഡിയൻസ് ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു കേരളത്തിൽ അങ്ങനെ ഉണ്ടാവുകയില്ല. അങ്ങനെ സ്റ്റേജിലേക്ക് കയറി വരികയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണോ അതിൻ്റെ മാന്യമായ രീതി? അതാണോ ഒരു സൽസ്വഭാവിയുടെ രീതി? അതാണോ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളുടെ രീതി? അസ്സബ്റു നിസ്ഫുൽ ഈമാൻ എന്ന പറയുന്ന, ക്ഷമ ഈമാനിന്റെ പകുതിയാണെന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉൾക്കൊള്ളുന്ന നമ്മളിൽ നിന്ന് വരേണ്ടത് അങ്ങനെയുള്ള സ്വഭാവമാണ്. പിന്നെ എന്താണ് ഈ പറയുന്നതും ഈ ചെയ്യുന്നതും തമ്മിൽ ഒരു ബന്ധമില്ലാതെ ഈ കാര്യങ്ങൾ? അതുകൊണ്ട് തന്നെയാണ് കേരളക്കാരനായ എന്നെ പോലുള്ള ആളുകൾക്ക് ഈ ക്ലാസ് സൈക്കോളജിക്കലായിട്ട് വിലയിരുത്തുമ്പോൾ വെറും ഒരു അഭിനയങ്ങൾ മാത്രമാണ് എന്നുള്ളത്. അതിനുശേഷം ആ കുട്ടിയെ വിളിച്ചു, ഞാൻ ക്ഷമ ചോദിച്ചു. അതിലൊന്നും അർത്ഥമില്ല. ആ കുട്ടിയെ പരസ്യമായിട്ട് അവിടെ അവഹേളിച്ചു. ഏത് സൊസൈറ്റിയിലാണെങ്കിലും അങ്ങനെ ഒരു സ്റ്റേജിൽ ആളുകൾ ഇരിക്കുമ്പോൾ പറയുന്നു, കുറെ പണ്ഡിതന്മാരിക്കുന്ന സ്റ്റേജ് നമ്മൾ കാണുന്നുണ്ട്. പണ്ഡിതന്മാരിക്കുന്നു, തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പണ്ഡിതന്മാർ തന്നെയാണ്, കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയുള്ള സ്ഥലത്ത് പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറി വന്ന് ഫോൺ തരുമ്പോൾ എനിക്ക് വന്ന ആ ദേഷ്യത്തിൽ ഞാൻ അതാണ് കാരണമെന്ന്. അതിനുശേഷം ഞാൻ ആ കുട്ടിയെ ഫോൺ കേടുവന്നോ എന്ന് നോക്കി. അതിനുശേഷം ആ കുട്ടിയെ ഞാൻ സമാധാനിപ്പിച്ചു. അതുകൊണ്ട് വല്ല കാര്യമുണ്ട്? ആ കുട്ടി അവിടെ പരസ്യമായി അവഹേളിക്കപ്പെട്ടു. അത് ആ സമൂഹത്തിലായിട്ടല്ല. ഇത്രയും ബോധവൽക്കരിക്കുന്ന ആത്മീയതയുടെ മൂർധന്യത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഷിഹാബ് ഇങ്ങനെയുള്ള പ്രകടനമാണ് അവിടെ കാഴ്ചവെക്കേണ്ടത്. ഇവിടെ ഷിഹാബിന്റെ ആ ചെയ്തിയും ഷിഹാബിന്റെ വാക്കും തമ്മിൽ എന്തർത്ഥമാണുള്ളത്? ഇത് പാവം ആ വടക്കേന്ത്യൻ സമൂഹത്തിന് ആ രീതിയിൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നിട്ടല്ല. അതുകൊണ്ടാണ് നമുക്ക് അവരോട് സിമ്പതി തോന്നുന്നു എന്ന് പറഞ്ഞത്. ഷിഹാബ് ആ കുട്ടിയെ മാന്യമായിട്ട്, കുട്ടി നീ ഇപ്പോ പോയിക്ക് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞ സ്റ്റേജിൽ നിന്നും ആ കുട്ടി തിരിച്ചയക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര മാന്യമായിരുന്നു. ഷിഹാബ് അതാണോ ചെയ്തത്? ഇതാണോ ദേഷ്യത്തിലും വൈകാരികതക്കും? ഇങ്ങനെ വൈകാരികതകൾ ഉടലെടുക്കാൻ കാരണം ഒരു പരിഷ്കൃതമായ ഒരു സമൂഹത്തിലെ ഓരോ താളങ്ങളും ചലനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് മനസ്സിനെ ചിട്ടപ്പെടുത്തി പാകപ്പെടുത്തി വളർന്ന് വലുതാവാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ രീതിയിലുള്ള വൈകാരികത. സത്യം പറയാതിരിക്കാൻ ഈ ഷിഹാബിനോട് വ്യക്തിപരമായിട്ട് യാതൊരു ദോഷമൊന്നുമില്ല. ഷിഹാബിനെ കുറിച്ചുള്ള വീഡിയോ ഒന്നും ഞാൻ ആദ്യം ചെയ്തിട്ടില്ല. പക്ഷെ ചിലത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഷിഹാബിനോടുള്ള പ്രശ്നമല്ല, ആ കുട്ടിയോട് നമുക്ക് സിമ്പതിയും. ഷിഹാബ് ഏത് സംസ്ഥാനത്തെ കുട്ടിയാണ്, ഏത് മാതാപിതാക്കളുടെ മക്കളായിരുന്നാലും ഇതുപോലുള്ള സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. ഷിഹാബെ നാഥനെ സ്തുതിക്കാൻ പറയുന്നു. നാഥൻ വലിയവനാണെന്ന് പറയുന്നു. ഇതെല്ലാം പറഞ്ഞൊരു സദസ്സിൽ ഒരു ചെറിയ വൈകാരികതയെ ഷിഹാബിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അസ്സബ്റു നിസ്ഫുൽ ഈമാൻ എന്ന് പറയുന്ന വചനത്തിന്റെ അടിസ്ഥാനമായ ഇസ്ലാം മതത്തിന്റെ കർമ്മമായ ആ ഹജ്ജിന് പോയി തിരിച്ചു വന്ന് ആ ഹജ്ജ് കർമ്മത്തെക്കുറിച്ചും അതിലേക്ക് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും പറയാൻ ഷിഹാബിന് എന്ത് അവകാശമാണുള്ളതെന്ന് ഞാൻ ചോദിക്കുകയാണ്. മനസാക്ഷി കുത്തില്ല ഷിഹാബെ ഈ രീതിയിലുള്ള സംസാരങ്ങൾ കൊണ്ട്? ഷിഹാബെ ആ നാട്ടിലെ രീതിയാണ് ഷിഹാബെ. ഇവിടെ കേരളത്തിൽ അങ്ങനെ സ്റ്റേജിലേക്ക് ഒരു പയ്യൻ കയറി വരികയില്ല സെൽഫി എടുക്കാൻ. അങ്ങനെ വ്യക്തിപൂജയൊന്നും കേരളത്തിൽ ഉണ്ടാവുകയില്ല. ഷിഹാബെ ഓരോ സ്റ്റേജിൽ എത്ര ആളുകളാണ് ഷിഹാബ് വെൻ യു സ്പീക്ക്, എത്ര ആളുകളാണ് ആ സമയത്ത് ഷിഹാബിന്റെ അടുത്തേക്ക് ഷിഹാബിനെ കാണാനും ക്യാഷാണ് തോന്നുന്നു ക്യാഷ് തരാനൊക്കെ വന്ന് കൈകൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഫോണും വാങ്ങി വെച്ചു. എന്നിട്ട് അതിനുശേഷം ഞാൻ തലോടി തൊട്ടു. ഇതാണോ മനുഷ്യൻ? ഇങ്ങനെയാണെങ്കിൽ മൃഗീയ ജീവിതത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഷിഹാബെ നമുക്കുള്ളത്? അതുകൊണ്ട് ഷിഹാബ് ഇനിയും ജീവിതത്തിലെ കോമകളും ഇനിയും പഠിക്കാനിരിക്കുന്നു. ഷിഹാബ് വിഷമമുണ്ട്. ഷിഹാബിന്റെ മറ്റു കാര്യങ്ങൾ കൊണ്ടല്ല, മനഃശാസ്ത്രപരമായിട്ട് ആ കുട്ടിയെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഏത് സംസ്ഥാനത്തിന്റെ കുട്ടിയായിരുന്നാലും ഷിഹാബിന്റെ സ്വാർത്ഥ ലാഭം, ഷിഹാബിന്റെ വൈകാരികത അല്ല. ഇപ്പോ ഷിഹാബ് ഞാനാളാണോ എന്നുള്ള അഹങ്കാരം ആ സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ, ആ കാണുന്ന സ്റ്റേജിലുള്ള കുറച്ച് ആളുകളുടെ മുമ്പിൽ
ഈ സെൽഫി എടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ ദേഷ്യപ്പെട്ടാൽ, എന്റെ വ്യക്തിത്വവും എന്റെ ഇമേജും അവർക്ക് മുമ്പിൽ ഒരു പടി കൂടി ബലൂൺ ഊതി വീർപ്പിക്കും പോലെ ഊതി വീർപ്പിക്കുമെന്ന് ഷിഹാബിന് തോന്നിയിരിക്കാം. ഷിഹാബെ, ആ ബലൂണിൽ സൂചി കൊണ്ടൊരു കുത്തിട്ടാൽ ആ ബലൂൺ പൊട്ടിത്തെറിക്കും. ഷിഹാബെ, ആ ഊതി വീർപ്പിച്ച വ്യക്തിത്വമുണ്ടല്ലോ, അതിൽ ഷിഹാബ് ഒരു സൂചി കൊണ്ട് കുത്തിടുകയാണ് ചെയ്തത് ആ ഊതി വീർപ്പിച്ച ബലൂണിൽ. അതുകൊണ്ട് ഷിഹാബ് ഇനിയെങ്കിലും ഇതുപോലുള്ള സ്വഭാവങ്ങളെ മറ്റുള്ളവർ ഉപദേശിക്കുമ്പോൾ, അത് വിലയിരുത്തി പറയുമ്പോൾ അതിനെ നെഗറ്റീവായി കാണാതെ, വിമർശനത്തോട് കാണാതെ, ഒരു ആത്മവിശകലനം, തന്റെ മനസ്സിലൊരു വിശകലനം ചെയ്ത് ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ തന്റെ ചെയ്തികൾ എന്തായിരുന്നു എന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കി അതിനുശേഷം ഷിഹാബിൽ നിന്ന് നല്ല സുഗന്ധമുള്ള പ്രകടമാകട്ടെ എന്ന് ഞാനിവിടെ പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ നിർത്തുകയാണ്. ബൈ.